ഏലത്തിന് ഇപ്പൊ എന്നാ വില? കുരുമുളകിനോ? പോട്ടെ, റബ്ബറിനോ? ഈ കൂതറ റബ്ബറിനുണ്ട് 2 രൂപ, ഡിസ്നി ആണെങ്കിൽ 10 രൂപ. കേട്ടോ, ഇവന് അതെങ്കിലും അറിയാം. നിനക്കോ? അത്ര വലിയ അത്യാവശ്യമാണ്, ഞാൻ വേണേൽ വിളിച്ചു ചോദിച്ചിട്ട് പറയാം. നിനക്ക് വിളിച്ചു ചോദിക്കണം. എടാ, മാളിക്കൽ മാത്തുക്കുട്ടിച്ചായനോട് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയുമായിരുന്നു മാർക്കറ്റ് എന്നതാന്ന്. നിന്റെ അപ്പന്റെ കാര്യാ പറഞ്ഞത്. രാവിലെ എന്റെ അപ്പനെ വിളിക്കാനാണോ നിന്റെ പപ്പ വന്നിരിക്കുന്നത്? പപ്പയ്ക്ക് ഇപ്പൊ എന്നാ വേണ്ടേ? എനിക്ക് വേണ്ടത് എന്റെ മോക്ക് നീ അത്യാവശ്യം കൊടുക്കേണ്ട സാധനം. എന്ത്? മനസ്സമാധാനം. മനെ, നീ കാലത്ത് തന്നെ വെള്ളമടി തുടങ്ങുമെന്ന് ഇവളെന്നോട് പറഞ്ഞതാ. നിന്നോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോ? നേരം വെളുക്കുന്നേടം വരെ ക്ലബിലിരുന്ന് ചീട്ടുകളിയാണെന്ന് ഞാൻ അറിഞ്ഞതാ. എന്നിട്ടും നിന്നോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോ? പക്ഷെ ഇപ്പോ നീ കോളേജിൽ പോണെന്ന് അറിഞ്ഞപ്പോ എന്റെ പൊന്നു മോനെ, ഞാൻ ആകെ തകർന്നു പോയടാ. അതപ്പാ സ്കൂളിൽ പോകാത്തോണ്ടാ. നീ മിണ്ടായിരടാ. മനെ, എല്ലാത്തിനും ഒരു സമയവും കാലമൊക്കെ ഉണ്ട്. വെറുതെ വീട്ടിലിരുന്ന് തിന്നുകുടിച്ച് ബോറടിക്കണ്ടെന്ന് കരുതിയാണ് നിന്നോട് ഞാൻ പാർട്ടിയിലേക്ക് വരാൻ പറഞ്ഞത്. എടേ, യൂത്ത് വിങ്ങിന്റെ 18 ജനറൽ സെക്രട്ടറിമാരിൽ ഒരെണ്ണം ഇവന് വേണ്ടി ഞാൻ റിസർവ് ചെയ്തു വെച്ചതാ. പക്ഷേ അതും ഇവന് വേണ്ട. വല്യപ്പച്ച ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ ഈ പഠിപ്പൊക്കെ നിർത്താം. സെക്രട്ടറി ആക്കണമൊന്നുമില്ല. കണ്ടോ, ഇതാണ് സ്പിരിറ്റ്. വീണ്ടും പുച്ഛം. പപ്പയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിന്റെ മണ്ടിൽ ഇതൊന്നും കയറുകയല്ല. പപ്പ ചെല്ല്, മീറ്റിംഗ് വൈകണ്ട. ശരിയാ. അപ്പാപ്പ ഇറങ്ങട്ടെ മക്കളെ. എന്താ, ഞാനങ്ങ് ഇറങ്ങുവാ. ഒരു ലയന ചർച്ചയുണ്ട് ആലുവയിൽ വെച്ച്. ആരുമായിട്ടാണോ? ആരെങ്കിലും ഒക്കെ ആയിട്ട് കൊറേ ഉണ്ടല്ലോ. നീ എന്താണ് വിചാരിച്ചത്? നിന്റെ കോരപ്പനെ കാണിച്ച് അങ്ങ് വരണ്ടു വന്നോ? എന്റെ പട്ടി പഠിക്കും. കാലത്തിൽ അപ്പനെ പറഞ്ഞോണ്ടല്ലോ, കൊച്ചിരിക്കുന്നു ഞാൻ നോക്കില്ല. നിർഗം നൽകി ഞാനൊന്ന് വെച്ച് തരുവേ. ഇതിനെതിരെ ഞാൻ ശക്തമായിട്ട് ആഞ്ഞടിക്കൂടി. ആഞ്ഞടിക്കും. വെറുതെ പേടിപ്പിക്ക പന്നി. കണ്ടൂടെ? നീ ഇതെവിടെ പോടി? പാലായ്ക്ക്, എന്റെ വീട്ടിലേക്ക്. പഠിച്ച IAS കിട്ടിയിട്ട് ഇങ്ങനെ വിളിക്കും. നീ തന്നെ കാണിക്കുന്നത്? എനിക്ക് മതിയായി. ചെറുക്കനെ കൂടെ കൊണ്ടുപോടി. സൗകര്യമില്ല. വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ ഇതിനെ കൊണ്ടല്ലോ വന്നത്. മമ്മിയുടെ പോയി കാർ കയറാ. അങ്ങനെ അപ്പൊ ഒറ്റയ്ക്ക് വിലസണ്ട കേട്ടാ. ഇവനൊക്കെ ഏത് നേരത്താണോ? അന്നേരം ആലോചിക്കണം. ചേട്ടൻ ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ. മോളെ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം എപ്പോഴും ഓർക്കണം. ഭർത്താവിന്റെ സന്തോഷം അതായിരിക്കണം മോക്കടെ സന്തോഷം. ഓക്കെ? അതെ, ഞാൻ ഇറങ്ങിട്ടോ. നല്ലൊരു പണി കൂടി കൊടുത്തിട്ടുണ്ട്. മാത്തനെ വീട്ടിൽ തന്നെ നിർത്തി. ഇനി കോളേജിൽ പോകുന്നൊന്ന് കാണണമല്ലോ. മുന്നേ ഞാനിവിടെ പൂട്ടിയിട്ടുണ്ട്. വീടും കുടുംബവും ഇല്ലാത്ത ബാക്കി 2 പേരുണ്ടല്ലോ. ഇനി അവര് പോട്ടെ കോളേജില്. ഇതുപോലെ ഞാൻ നിന്നോട് വേറൊന്നിനും കെഞ്ചിയിട്ടില്ല. 2 ക്ലാസ് മിസ് ചെയ്താൽ മതി. പാച്ച് ചെയ്യാൻ വലിയ പാടാ. നിനക്കറിയോ, ഞങ്ങൾ 4 പേരും തമ്മിൽ ഒരു മത്സരം പോലുണ്ട് ഫസ്റ്റ് റാങ്കിന് വേണ്ടി. നീ ഒന്ന് സഹകരിച്ച ഫസ്റ്റ് റാങ്ക് നിന്റെ ഇക്കാക്കൊക്കെ തന്നെയാ. പൊയ്ക്കോട്ടടി പ്ലീസ്. ഓ, താങ്ക് യു മുത്തേ. മുന്നേ ഇവിടുന്ന് ഇറങ്ങിയ ഞാൻ അപ്പൊ ഷട്ടർ ഇടും. പെട്ടല്ലോ പടച്ചോനെ. ഇത് എവിടെ പോയി കിടക്കടാ? മണി 11 കഴിഞ്ഞില്ലേ? എടാ, പാത്തുമ്മ എന്നെ പൂട്ടിയിരിക്കുക. ഒരു പഴുത് കിട്ടിയ ഞാൻ ചാടും. പാത്തുമ്മോനെ പൂട്ടിയിട്ടിരിക്കുകയെന്ന്. പൂട്ടും. അതല്ല ഞാൻ കല്യാണം കഴിക്കാത്തത്. എന്തോ